ഈ കഥ നടക്കുന്ന അങ്ങ് പൂനെയിലാണ്. ഒരു കല്യാണം, ആർഭാടകരമായ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. ആ കല്യാണത്തിന് 17 കോടി രൂപയുടെ ഒരു കോട്ടേജ് അവര് എടുക്കുന്നു. വരാൻ പോകുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ്. പെണ്ണിന്റെ പേര് സിയ ഗോയാൽ. കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ പേര് കേതൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വളരെ എന്താ പറയുന്നത്, ആലോചിച്ച് കല്യാണമൊക്കെ കഴിക്കുന്നു. കേതൻ എന്ന് പറയുന്നവൻ നല്ലൊരു ബിസിനസ്സുകാരൻ, കോടികളുടെ ആസ്തിയുള്ളവൻ. അപ്പോൾ ഇവരുടെ ഹാപ്പി മൊമെന്റ്സ് ഇങ്ങനെ പോകുന്നു. കല്യാണത്തിന്റെ കാര്യങ്ങൾ പോകുന്നു, ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഏറ്റവും അവസാനം ഈ പെണ്ണ് മറ്റൊരു കാമുകനുണ്ടായിരുന്നു. അവനുമായിട്ട് പ്ലാൻ ചെയ്ത് ഈ കോടീശ്വരനായ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചവനെ ഒരു പൊക്കമുള്ള വലിയൊരു കോട്ടയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിടുന്നു. 3500 അടി താഴെയിലേക്കാണ് തള്ളി താഴെയിടുന്നത്. കാമുകന്റെ പേര് ചേതൻ. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളൂ. പക്ഷേ എന്നിരുന്നാലും ഈ കഥ നടക്കുന്ന അങ്ങ് പൂനെയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ വിവാഹമൊക്കെ ഭയങ്കര അറേഞ്ച്ഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും ഇവിടെ ആ പെണ്ണ് തനിക്കൊരു കാമുകനുണ്ടെന്നുള്ള വിവരം മറച്ചു വെക്കുന്നു. ഈ കല്യാണം ഉറപ്പിച്ചവനുമായിട്ട് ഒത്തുചേർന്നിട്ടുള്ള ഒരുപാട് മൊമെന്റ്സും വീഡിയോസും എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. അതിനിടയിലാണ് ഒരു കോട്ടയുടെ മുകളിൽ നിന്നും പെട്ടെന്ന് സിയ വിളിച്ചു പറയുന്നു, ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന കേതൻ താഴെ പോകുന്നു എന്ന്. അങ്ങനെ കേതന്റെ ബോഡി താഴെയിൽ നിന്നും എടുക്കുന്നു, അതായത് വലിയ താഴ്ചയിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അവന്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് കേതന്റെ സഹോദരി ഈ സിയയെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ കേതന്റെ സഹോദരിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി. കാരണം ഇവര് അടുത്ത് നിന്നിരുന്ന മൊമെന്റിലാണ് ഈ കേതൻ താഴെ പോയത്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ കേതന്റെ സഹോദരി അവരുടെ അപ്പനോട് പറയുന്നു. അച്ഛനോട് പറഞ്ഞതിന് ശേഷം അച്ഛൻ ഇത് പോലീസിൽ അറിയുന്നു. പോലീസ് രഹസ്യമായി അന്വേഷിച്ച വഴിക്ക്, ഇവരുടെ യാത്ര പിന്തുടർന്ന് വരുന്ന വഴിക്ക് എന്താണ് സംഭവിച്ചത്? ഇവരുടെ ഒപ്പം തന്നെ മറ്റൊരാൾ, ഒരു അദൃശ്യനായ ഒരാളല്ല, മറ്റൊരാൾ, ഒരു ഹുഡീസും കണ്ണാടിയും ജാക്കറ്റും ഒക്കെ വെച്ച ഒരാൾ ഇവരെ പിന്തുടരുന്നതായിട്ടും. അങ്ങനെ ഈ കേസിലേക്ക് വീണ്ടും പോലീസ് ഇൻവോൾവ് ആയി. ഈ സിയെ ചോദ്യം ചെയ്തു, മറ്റേയാളെ കുറിച്ചുള്ള വിവരം കിട്ടി. അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളറിയുന്നത്. എത്ര മനോഹരമായ സംഭവം അല്ലേ? വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ മാത്രം മതിയല്ലോ. അല്ലാത്ത പക്ഷം ഈ പറയുന്നത് പോലത്തെ ഈ പച്ചക്ക് ഉമ്പിക്കുക എന്ന് പറയുന്ന പരിപാടി, പൊട്ടനെ പോലെ ഒരുത്തൻ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന അവനെ പറ്റി ചൂമ്പിച്ച് വിടുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയല്ലേ? കുറച്ച് വീഡിയോ ഒക്കെ ഇവിടെ ഒന്ന് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, പകരം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ശബ്ദമൊന്നുമില്ലാതെ സൈഡിൽ കൂടെ പ്ലേ ചെയ്ത് വിടാം. എന്തൊക്കെയാണെങ്കിലും ഈ പെണ്ണിനെയും ആ കാമുകനെയും പിടികൂടി. അപ്പോഴാണ് മനസ്സിലാകുന്നത് കല്യാണ വിവാഹ നിശ്ചയത്തിന് മുന്നേ തന്നെ ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കേതൻ എന്ന് പറയുന്ന പൊട്ടനായ കോടീശ്വരൻ വന്നത്. പൊട്ടനായ കോടീശ്വരൻ എന്ന് പറയുമ്പം നമുക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം മറ്റൊരാളെ, ഒരു പങ്കാളിയെ, ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പങ്കാളിയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ഏർപ്പാടാണ്. പണ്ടുമല്ല, ഇപ്പം കംപ്ലീറ്റ്ലി നമ്മൾ അന്വേഷിച്ച് അറിയണം, കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. പക്ഷേ എങ്കിലും അവരെ സംബന്ധിച്ച് ഒരു പ്രിലിമിനറി ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? അന്വേഷിച്ചിട്ടും ഇങ്ങനെ ഒരു കാമുകനെ കുറിച്ച് അവർക്ക് കിട്ടിയില്ല. പകരം ആ കല്ല് പോലത്തെ മനസ്സുള്ള ആ പെണ്ണ് ഈ പാവപ്പെട്ട കോടീശ്വരനെ തള്ളി. പാവപ്പെട്ട കോടീശ്വരൻ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് പാവപ്പെട്ടാണ്, അല്ലാതെ പുള്ളി കാശുകാരനാണ്, കോടീശ്വരനാണ്. തള്ളി താഴെയിട്ട് കൊല്ലുകയാണ്. നമ്മൾ പണ്ട് മലയാളത്തിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, മഴവില്ലെന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോവൻ, വിനീത്, അതുപോലെ തന്നെ നായികയുടെ പേരെനിക്കറിയില്ല. ഇവർ തകർത്തഭിനയിച്ച് അവസാനം ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഈ കുഞ്ചാക്കോവനും ഒരു പെണ്ണും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ആ സമയത്ത് വിനീതിനും ആ പെണ്ണിനോട് ഇഷ്ടമുണ്ട്. ആ സമയത്ത് കുഞ്ചാക്കോവൻ തൻ്റെ വഴിക്ക് തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ട് കുഞ്ചാക്കോവനെ ഒരു കൊക്കയിൽ നിന്നും തള്ളി താഴെയിട്ട് അതിനുശേഷം വിനീത് ആ പെൺകുട്ടിയെ കരസ്ഥമാക്കാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നത്. എന്തൊക്കെയാണെങ്കിലും വളരെ എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ പോലും, അതായത് നമ്മൾ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്ന കാര്യം ഞെട്ടലോടുകൂടിയാണ്. നമ്മുടെ പൂനെ മാത്രമല്ല, കേരളത്തിൽ പോലും, നമ്മുടെ നാട്ടിൽ പോലും ഈ കേസ് കണ്ടിട്ട് വളരെ വിചിത്രമായ ഒരു കേസ്. അല്ലെങ്കിൽ ഈ പോഴത്തിപ്പെണ്ണ്
ഈ ചതിച്ച പെണ്ണ് ഇവക്ക് വേണമെങ്കിൽ അവസാന നിമിഷമാണെങ്കിലും ഒഴിയായിരുന്നല്ലോ. കല്യാണ സമയത്ത് വേണമെങ്കിലും പറയാമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കാമുകനുണ്ട് എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു പാവത്തിന്റെ ജീവൻ പോകത്തില്ലായിരുന്നു. പക്ഷെ കഠിന ഹൃദയായ ആ പെണ്ണ് ഇങ്ങനെ ഒരു കല്യാണം നടന്നാലോ, ഇൻ കേസ് ഈ കല്യാണം നടന്നില്ല, കാമുകനൊത്തു പോയെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിലെ കല്ല് അവളെ കൊണ്ട് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യിക്കുമായിരുന്നു. ഇല്ലേ? തോന്നുന്നില്ലേ? ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കുന്ന ഇതേപോലത്തെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണിനെ മാത്രം കുറ്റം പറയുന്നില്ല, ആണുങ്ങളും ഉണ്ട്. ആണും പങ്കാളിയാണ്. ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ, രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാതെ, ഇങ്ങനെയുള്ള വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അത് തുറന്നു പറയാനും അത് മറ്റുള്ളവർ അറിഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം രഹസ്യമായിട്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പാവത്തിനെ കൊല്ലുന്നത് നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു സ്ത്രീയെ, എനിക്കൊന്ന് ഭാര്യനെ തോന്നുന്നു കൊല്ലാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, അവരുടെ 2ാം നിലയിൽ ടൈലൊക്കെയുള്ള മുറിയിലേക്ക് പാമ്പിനെ കടത്തി വിടുകയും കടുപ്പിക്കുകയൊക്കെ ചെയ്തു. ആ കേസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലെ വിചിത്രമായ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് വിചിത്രമായ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ സംഭവിക്കുന്നതിന് മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന സാധനമില്ല, മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനമില്ല. ഇവിടെ സ്വന്തം കാര്യം സിന്ദാബാദ്. അതായത് എനിക്കെന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ എൻ്റെ മുന്നിൽ വരുന്ന ഏത് തടസ്സത്തിനെയാണെങ്കിലും ഞാൻ വെട്ടി വീഴ്ത്തും എന്ന് പറയുന്ന സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും. ഇത് ഒന്നാമത്തെ കാര്യം. ഏത് കുറ്റം ചെയ്തെന്ന് പറഞ്ഞാലും അവസാന നിയമത്തിന്റെ മുന്നിൽ പോകേണ്ടി വരും, കീഴടങ്ങേണ്ടി വരും, പോലീസ് പിടിക്കും. നേരായ വഴിക്ക് പോയാൽ പല കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ എന്തോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ദുർബലതയാണോ അതോ മനസ്സിന്റെ ആ ഒരു കാഠിന്യമാണോ എന്താണെന്ന് അറിയത്തില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കുവാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന കട്ട തേപ്പ് എന്ന് പറയും. ഇങ്ങനെ കട്ട തേപ്പ് നടത്തുന്ന ഓരോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമുക്കറിയാമല്ല, ആളുകളെല്ലാം ഒരു കൈ അകലത്തിൽ വെച്ച് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് പൂനെ നടന്ന ഒരു സംഭവമാണെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന സംഭവമാണ്. ഇതുപോലെ അനവധി ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഉണ്ട്. ഒന്നും അറിയാതെ പാവങ്ങൾ ഒരാളെ കണ്ണുമടച്ച് വിശ്വസിച്ചതിന് ശേഷം അവസാനം ജീവൻ വരെ നഷ്ടപ്പെടുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വന്ന ഒരു കേസാണ്. സർപ്രൈസിങ് എന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് വമ്പൻ ട്വിസ്റ്റാണ്. നമ്മൾ ഈ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കണ്ണ് തള്ളിയിട്ടുണ്ട്, ഓ എന്ന് പറയും. പക്ഷെ അതുപോലത്തെ ഒരു ട്വിസ്റ്റാണ് നടന്നത്. എന്തായാലും ഒരു കോടീശ്വരനായ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല ആസ്തിയുമുള്ള ഒരുത്തൻ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അവന് വേണമെങ്കിൽ ആ കോടികളുടെ എണ്ണം പറഞ്ഞ അത്രയും പൈസ ഉള്ളപ്പോൾ അവന് വേറെ മണി പോലെ നമ്മൾ ഈ പറഞ്ഞില്ല വരിയായിട്ട് പെണ്ണുങ്ങൾ വേറെ നിന്നേനെ അവന് കല്യാണം കഴിക്കാൻ അവന് സെലക്ട് ചെയ്തു. പക്ഷെ അവൻ്റെ മുന്നിൽ വന്ന ആ പെണ്ണിനെ അവൻ ഭാവി വധുവായിട്ട് കാണുകയും ആ പെണ്ണിനെ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുകയും ചെയ്തു. പക്ഷെ എന്താണ് സംഭവിച്ചത്? അവസാന നിമിഷം ഒന്നും അറിയാൻ മേലാതെ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയായിപ്പോയി. 3 തവണ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഇവൻ മരിച്ചുപോയത്. അതിന് മുന്നേ 2 തവണ ഒരിക്കലും ഇതുപോലെ തള്ളിയിടാൻ നോക്കിയിട്ട് മരക്കുറ്റിയിലോ മറ്റോ പിടിച്ച് കയറി വന്നു. അപ്പോൾ പോലും ഇവന് മനസ്സിലായില്ല ഇവൻ്റെ കൂടത്തിൽ ഇവൻ്റെ ജീവിതസഖിയാകാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആ പെണ്ണാണ് ഇവനെ ചതിച്ചതെന്ന്. എന്താ അല്ലേ കാലത്തിൻ്റെ ഒരു പോക്കെ. ആണായാലും പെണ്ണായാലും ഇന്ന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ കഥ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ആൾക്കാരെയും അളക്കാൻ പഠിക്കണം. അളക്കുക എന്ന് പറയുമ്പോൾ മനസ്സളന്നെടുക്കാൻ ഭയങ്കര പാടാണ്. എങ്കിലും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരല്പമെങ്കിലും നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹൊറിബിളായിട്ട് തോന്നി.